അമേരിക്ക സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഖത്തർ അമീറിനോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഇറാനുമായി സഹകരിക്കരുത് എന്നതാണ്. ഈ വിഷയം അമീർ പരസ്യമായിട്ട് പറയുകയോ അതല്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഏറെക്കുറെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഭാവിയിൽ ഖത്തർ അടങ്ങുന്ന അറബ് രാജ്യങ്ങളെ ഏത് തരത്തിലും സൈനികമായി സഹായിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് നിൽക്കും. പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ സഹകരണങ്ങൾ ഉണ്ടാവും. ആയുധങ്ങൾ ഇനിയും നൽകാൻ വേണ്ടിയിട്ടും കരാർ വ്യവസ്ഥ ഇനിയും പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടും അമേരിക്ക തയ്യാറാണ്. എന്നാൽ നിങ്ങൾ നിസ്സഹകരണം ഇറാനുമായിട്ട് വേണം. ഇറാനുമായിട്ടുള്ള സഹകരണം എല്ലാ കാലത്തും അമേരിക്കക്കും ഇസ്രായേലിനും ഭീഷണിയാണ് എന്നതിനപ്പുറം അത് അറബ് രാജ്യത്തിനും ഭീഷണിയാണ്. എല്ലാ കാലത്തും അറബ് രാജ്യവുമായിട്ട് ഉടക്കി നിൽക്കുന്ന രാജ്യമാണ് എന്നതിനാൽ ഇപ്പോൾ കുറഞ്ഞ കാലത്ത്, അതായത് ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് വലിയ സഹകരണം രഹസ്യമായി ഇറാനുമായിട്ട് അറബ് രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ട് കുറച്ച് മാത്രമേ രേഖപ്രകാരം കാണാൻ പറ്റൂ എങ്കിലും വലിയ സഹകരണം ഇറാനുമായിട്ടുണ്ട്. കാരണം ഇറാനെ 100% അറബ് രാജ്യങ്ങളും ജനങ്ങളും വിശ്വസിക്കുന്നു. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകളും സമീപനങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിനിടയിൽ തന്നെ സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ജനങ്ങളോട് അഭിപ്രായങ്ങൾ തേടുന്ന ഒരു സംവിധാനം രഹസ്യമായിട്ട് വച്ചിരുന്നു. അവർ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, എങ്ങനെയൊക്കെയാണ് സമീപനം വേണ്ടത്. അതിൽ ഒരു 5-10 ചോദ്യങ്ങൾ ഉണ്ടായി എന്ന തരത്തിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജനാധിപത്യ ക്രിയയുടെ ഒരു ഭാഗമായിട്ട് ഈ അറബ് രാജാക്കന്മാർ അല്ലെങ്കിൽ അറബ് ഭരണാധികാരികൾ ഇതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇസ്രായേലുമായിട്ട് നമ്മുടെ സമീപനം എങ്ങനെ ചെയ്യണം, അമേരിക്കയുമായിട്ട് എങ്ങനെ ചെയ്യണം, നിലവിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടിക്കപ്പുറം അല്ലെങ്കിൽ നിലപാടുകൾക്കപ്പുറം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന 5-10 ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും അമേരിക്കയുമായിട്ട് നിസ്സഹകരണം വേണം. ഇസ്രായേലുമായിട്ട് സഹകരിക്കരുത്, നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കണം, ആകാശപാത പോലും വിട്ടുകൊടുക്കാൻ പാടില്ല. അതിനപ്പുറം ഇസ്രായേൽ യമൻ പോലെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ സൈനികപരമായിട്ട് നേരിടണം, എന്ന് വെച്ചാൽ വെടിവെച്ച് താഴ്ത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരുപാട് അഭിപ്രായങ്ങൾ ജനകീയമായ രീതിയിൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റും ജനങ്ങളും ഏറെക്കുറെ സംയുക്തമായ രീതിയിലാണ് നീങ്ങുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് പോകുന്നത്. അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കാര്യം ഇറാനെ ആക്രമിച്ചതാണ്. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ രീതിയിൽ ഇറാനും അതേപോലെ അറബ് രാജ്യങ്ങൾക്കും ലോകത്തിനും അതൊരു അത്ഭുതമായിരുന്നു. എന്നാൽ ആദ്യാദ്യ ആക്രമണത്തിലൊക്കെ ആകെ കൂടെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നാകെ ഭയപ്പെട്ടു പേടിച്ചു പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പ് പോലും സാരമായിട്ട് ബാധിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യം അവർക്കുണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ജനകീയ അഭിപ്രായത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെ എടുക്കുന്നത്. അതുകൊണ്ട് അവരുടെയും കൂടി ഒരു സമന്വയമായിരിക്കുന്ന ഒരു നിലപാടിനനുസരിച്ച് നീങ്ങാം എന്നുള്ളതാണ്. രണ്ടാം ഘട്ടത്തിൽ ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇറാൻ്റെ തിരിച്ചടി വലിയ രീതിയിലുള്ള ആശ്വാസവും പ്രതീക്ഷയും അഭിമാനവും അറബ് രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് ഈ ചർച്ചാ സംബന്ധമായ കാര്യത്തിൽ ജനങ്ങൾ വിലയിരുത്തുന്നു. അത് ഭരണാധികാരികളും അറബ് പൗരന്മാർക്കും ഈ കാര്യത്തിൽ തുല്യമായിരിക്കുന്ന അഭിപ്രായമാണ്. വലിയ അഭിമാനം തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ഒരു മുസ്ലിം രാജ്യം നേർക്കുനേരെ നിന്നുകൊണ്ട് അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയെയും നഗരപ്രാന്ത പ്രദേശത്തിനെയും ആക്രമിച്ചു എന്നുള്ളതും വലിയ നഷ്ടങ്ങളും ഉണ്ടായി എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നടുവൊടിയുന്ന രീതിയിലുള്ള ആക്രമണ പരമ്പര സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ആക്രമിച്ച അതേ രീതിയിലുള്ള അഭിമാനത്തോടു കൂടിയാണ് അവർ നോക്കിക്കണ്ടത്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് പിന്നീട് ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഖത്തറിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തിരിച്ച് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യം എന്ന് പറയുന്നത് അത് തിരിച്ച് ആക്രമിച്ചതിന് ശേഷം അത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നതിനാൽ അതിന് ബദലായ രീതിയിൽ ആന്തരികമായ രീതിയിൽ എന്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാക്കാം ഇസ്രായേലിനെ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് വന്നത്.
ഈ ആലോചനയോടനുബന്ധിച്ച് ഈ ആലോചന നടത്താൻ വേണ്ടിയിട്ട് അറബ് ഉച്ചകോടി വിളിച്ചു. ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു ആ അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് കൂടിയത്. അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഖത്തറിലെ അമീർ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോകുന്നത്. അത് വലിയ വിമർശനത്തിന് വിധേയമായതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ആക്രമിക്കാൻ വേണ്ടി കൂട്ടുന്ന അമേരിക്ക കാണാൻ വേണ്ടി പോയത് അത്ര ഉചിതപരമായിരിക്കുന്ന രീതിയല്ല എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിയതിന് എന്നാൽ അതിലൊക്കെ ഒരു കുറേ ദുരൂഹത ഉണ്ട്. നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതാണ്. ദുരൂഹത എന്താണ് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. അതിലുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഉദൈദ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗം ഒഴിച്ചു മാറ്റണം, അവിടുന്ന് ഘട്ടം ഘട്ടമായിട്ട് പിന്മാറണം എന്ന് ഖത്തർ അമീർ പറഞ്ഞതായിരിക്കുന്ന ഒരു വിവരം പുറത്ത് വന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു വിശ്വാസ്യത ഇല്ല എന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നിസ്സഹകരണം നടത്തണം ഇറാനെതിരെ. ഇറാൻ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏത് രീതിയിലുള്ള നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പാണ്, എല്ലാ സഹകരണം തരും. അതായത് അറബ് സൈനികരെ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാറ്റോ മോഡൽ അറബ് സഖ്യം ഉണ്ടാക്കുന്നതിനൊക്കെ അമേരിക്ക പിന്തുണക്കും. പക്ഷേ എന്താവണം, അതിന് നേതൃത്വം ഇറാന് നൽകാൻ പാടില്ല. അപ്പോൾ ഇറാന് നേതൃത്വം നൽകുക എന്നുള്ളത് വിമർശിക്കുകയും മാത്രമല്ല ഇറാനുമായിട്ട് നിസ്സഹകരണം ഉണ്ടാവുകയും അവരൊറ്റപ്പെടുത്താനുള്ള സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ രാജ്യസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി സാധിക്കും, അല്ലെ ഇത് എങ്ങനെയാണ് ഇതിന് അംഗീകാരം നൽകുക എന്നുള്ള കാര്യമൊക്കെ അറബ് രാജ്യങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. അവർ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയാണ്: അത്ര എളുപ്പത്തിലൊന്നും അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം അമേരിക്കയുടെ കാര്യത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതികൾക്ക് മാറ്റം വന്നു. അമേരിക്ക നമ്മളെ അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ചിട്ട് നമ്മൾക്കെതിരെ നിലപാടെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് ഇനി പുതിയ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, പുതിയ രീതികളെക്കുറിച്ച് ആലോചിക്കണം എന്ന തരത്തിലാണ്. അപ്പോൾ ഇറാൻ ഒറ്റപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും ആശ്വാസമല്ല. കാര്യമെന്ന് പറയുന്നത് അവരൊറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ തന്നെ ഒറ്റപ്പെട്ടു പോകും. കാര്യം വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു ഇവർ, അതായത് അമേരിക്ക മാറിയിരിക്കുന്നു. എന്താണോ ഈ ഇസ്രായേൽ വരക്കുന്ന ഈ നിയമാവലികൾ, അതല്ലെങ്കിൽ അവർക്ക് യോജിച്ച നിലപാടുകൾ എന്താണോ ആ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളത്. വലിയ രീതിയിൽ ജൂത വിഭാഗത്തിന് വലിയ സ്വാധീനം ഈ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ട് എന്നതിനാൽ അവർക്ക് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അമേരിക്കയെ ഇസ്രായേലിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അറബ് രാജ്യങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ അമേരിക്കയെ തന്നെ ഏൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളൊന്നും അത്ര ആശ്വാസ്യമല്ല എന്നുള്ളിടത്തേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇറാനെ ബഹിഷ്കരിക്കുക എന്നുള്ളത്, ഇറാനുമായിട്ട് നിസ്സഹകരണം ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും അറബ് രാജ്യങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്താണ്. ആകെ ഒരു പ്രതീക്ഷ നിലവിൽ ഇറാൻ മാത്രമേ ഉള്ളൂ. തുർക്കി വലിയ സൈനിക ബലമുള്ള ശക്തിയാണ്, 1-ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്, വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഈ ഫലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ സൈലൻ്റാണ്. എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ള അഭിപ്രായത്തിൽ അവർക്ക് എന്തായിട്ടില്ല, ഒരു യോജിപ്പിൽ ഇപ്പോൾ എത്തിയിട്ട്. അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പല രൂപത്തിലും പറയുന്നുണ്ട്. അതിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഭീകര രാജ്യമാണ്, അവിടുത്തെ പ്രധാനമന്ത്രി ഭീകരവാദികളുടെ നേതാവാണ് എന്നൊക്കെ പല പ്രസ്താവനകളും പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഇസ്രായേലുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ഇപ്പോഴും തുർക്കി പറഞ്ഞിട്ടില്ല എന്നതിനാൽ ഇറാനെ പോലെ അത്ര വിശ്വാസ്യത തുർക്കിയുടെ കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്കില്ല. ഏതായിരുന്നാലും ഒരു കാര്യം നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും: ഒരിക്കൽ പോലും അമേരിക്കയുടെ ഇറാൻ വിരുദ്ധത അല്ലെങ്കിൽ ഇറാനിന് എതിരായിരിക്കുന്ന സമീപന നിലപാടിനെ അവർ അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇറാൻ ഒറ്റപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിൽക്കില്ല. അറബ് സഖ്യം വന്നാൽ പോലും അറബ് രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നല്ലാതെ ഇറാനെതിരെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളൊന്നും ഒരു നിലക്കും അംഗീകരിക്കുകയില്ല എന്നുള്ള മറുപടി ഏറെക്കുറെ ഒരു സൂചനാ തരത്തിൽ ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട്, അല്ല ഖത്തർ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. രഹസ്യമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇവർ തമ്മിൽ വലിയ നീണ്ട ദൈർഘ്യമുള്ള സംഭാഷണ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സംഭാഷണത്തിലെല്ലാം പരാമർശിക്കപ്പെട്ട 2 വിഷയമാണ്. ഒന്ന്, ഖത്തർ നേരെ നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണം. രണ്ടാമത്തെ ആക്രമണം എന്ന് പറയുന്നത് ഈ ഇറാനിൽ നേരെ നടത്തിയ ആക്രമണം. ഈ 2 ആക്രമണം, ഈ ഖത്തർ നേരെ നടത്തിയതും ഇറാന് നേരെ ആക്രമണം നടത്തിയതും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ള ഈ ഇസ്രായേലിൻ്റെ സമീപനങ്ങൾ. ഒരു ഖത്തറിൽ ആക്രമണം നടത്തിയതിന് ശേഷം ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചിട്ടൊന്നുമില്ല. ഇനിയും ഞങ്ങൾ ആക്രമിക്കും എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്.
ഹമാസ് എവിടെ ഉണ്ടെങ്കിലും അവർ ആക്രമിക്കും എന്ന് പറയുന്ന സമയത്ത് അറബ് രാജ്യങ്ങളിലേക്ക് അവർ കടന്നു കയറി ആക്രമണം നടത്തും എന്നുള്ളതാണ് അതിൻ്റെ സാരം. ഇതൊന്നും അംഗീകരിച്ച് നൽകുകയില്ല എന്ന് ചുരുക്കം.